വിജയ് ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സംസ്ഥാന ഭാരവാഹികളും ജില്ലാ സെക്രട്ടറിമാരും പങ്കെടുത്ത യോഗത്തിൽ പ്രമേയം പാസാക്കി. DMK സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തി പുതിയതും സമൃദ്ധവുമായ തമിഴ്നാട് നിർമ്മിക്കണമെന്ന വാഗ്ദാനവുമായി മുന്നേറുന്ന TVK വിജയുടെ നേതൃത്വത്തെ രാഷ്ട്രീയ കേന്ദ്രബിന്ദുവാക്കി സഖ്യരംഗത്ത് പുതിയ നീക്കങ്ങൾ തുടങ്ങി. വിജയുടെ നേതൃത്വത്തെ പിന്തുണയ്ക്കാൻ തയ്യാറുള്ള എല്ലാ പാർട്ടികളെയും സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രമേയത്തിൽ വ്യക്തമാക്കി. സഖ്യ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ അധികാരവും വിജയ്ക്ക് നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി 2 പ്രത്യേക സമിതികൾ രൂപീകരിക്കാനും പാർട്ടി തീരുമാനിച്ചു. ഒന്ന് സഖ്യ ചർച്ചകൾക്കായി, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ തയ്യാറാക്കുന്നതിനായി. ഇരു സമിതികളുടെയും ചുമതലയും പ്രവർത്തന രീതികളും വിജയ് നിർണ്ണയിക്കുമെന്നും പാർട്ടി വ്യക്തമാക്കി. അതേസമയം എതിരാളികളുടെ തെറ്റായ പ്രചാരണങ്ങളെ ചെറുക്കാൻ ശക്തമായ മീഡിയയും ഗ്രൗണ്ട് ക്യാമ്പയിനും ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാന സഖ്യങ്ങൾക്കും പുതിയ തലവേദനയാകുന്ന രീതിയിൽ TVKയുടെ പടയൊരുക്കങ്ങൾ ശക്തമാകുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റത്തിന് തുടക്കമാണിതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് 9 തവണ MLA ആയ AK സെൻകോട്ടയ്യൻ AIADMKയിൽ നിന്ന് പുറത്തായതിനെ തുടർന്ന് തന്റെ അനുയായികളുമായി TVKയിൽ ചേർന്നതോടെ പാർട്ടിക്ക് കൂടുതൽ രാഷ്ട്രീയ ബലം ലഭിച്ചു. ഇതോടെ 2026 തെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരത്തിലേക്ക് മാറി. DMK സഖ്യം, AIADMK, പിന്നെ ഇപ്പോൾ വിജയുടെ TVK സഖ്യവും. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കെത്തിയ വിജയ് ഈ തെരഞ്ഞെടുപ്പിനെ തന്റെ കരിയറിലെ നിർണായക പോരാട്ടമാക്കുകയാണ്. രാഷ്ട്രീയ ചിത്രം കൂടുതൽ വെളിവാകുന്ന ഈ വേളയിൽ TVKയുടെ ഈ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് തീപ്പൊരി പകരുമെന്ന് ഉറപ്പാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.